എന്നെപ്പോലെ 90കളിൽ ജനിച്ചിട്ടുള്ള എല്ലാവർക്കും ഭയങ്കര ഒരു ഓർമ്മയും എന്താ പറയുക ഭയങ്കര ഒരു നൊസ്റ്റുവാണല്ലേ ഈ മാങ്ങ അടിച്ച് കഴിക്കുന്നതും മാങ്ങ ഉപ്പ് തിരുമ്പി കഴിക്കുന്നതും പുളി ഉപ്പ് തിരുമ്പി കഴിക്കുന്നതും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടല്ലോ. എനിക്ക് മാങ്ങക്കാലം വന്നു കഴിഞ്ഞാൽ എൻ്റെ ഉമ്മാൻ്റെ തറവാടും ഉപ്പാൻ്റെ തറവാടുമാണ് കേട്ടോ ഓർമ്മ വരിക. ഉപ്പാൻ്റെ തറവാട്ടിൽ നിറയെ നാടൻ മാങ്ങകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഉമ്മാൻ്റെ തറവാട്ടിലും ഒരുപാട് തരം മാങ്ങകളുണ്ടായിരുന്നു. അവരെന്നെ പേരിട്ട കുറേ മാങ്ങകൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ എന്തൊക്കെ പേരായിരുന്നു. പളുവ മാങ്ങ, ഇറച്ചിക്കപ്പൽ, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവിടുത്തെ സ്പെഷ്യൽ പേരാണ്. ആരാണ് ഈ പേരിട്ടെന്നൊന്നും നമുക്കറിയത്തില്ല കേട്ടോ. ഈ ഇറച്ചിക്കപ്പൽ എന്ന് പറയുന്നത് നല്ല റെഡ് കളറായിരിക്കും കേട്ടോ ഉള്ളിൽ. പിന്നെ ആനക്കപ്പൽ ഭയങ്കര വലുപ്പമുള്ള മാങ്ങയാണ് കേട്ടോ അത്. പിന്നെ ഉണ്ടായിരുന്നത് ഈ പളുവ മാങ്ങ എന്ന് പറയുന്നത് എന്താണെന്നറിയില്ല, ബുളു ആയിട്ടാണ് അത് പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാറ്. ഇനി അതുകൊണ്ടാണോ അതിന് അങ്ങനെ പേരിട്ടതെന്നൊന്നും നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഭയങ്കര ന്യൂസ്റ്റു ഫീലാണ്. നമ്മൾ ഇവിടുന്ന് ഒരു മാങ്ങ വലിച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക മുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് കവറിലാക്കിയിട്ട് അതിനെ ഇങ്ങനെ ഇടിച്ചിടിച്ചിതാ ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റിയിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും കൂടി അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് കഴിച്ചപ്പോൾ ഉണ്ടല്ലോ ഒരുപാട് ന്യൂസ്റ്റു ഐറ്റം, ഒരുപാട് ഓർമ്മകളൊക്കെ ഇങ്ങനെ മൈൻഡിൽ മാഞ്ഞു പോയി. അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്രയും എന്താ പറയുക, ഇതിനൊരു വികാരം തന്നെയാണ് അല്ലേ. എന്നെപ്പോലെ മാംഗോ ലവേഴ്സൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്താണ്, നമ്മൾ വേറൊരു നിങ്ങളെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്.